ഹലോ, പീക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ക്രോട്ടൺ ചെടികളെക്കുറിച്ചാണ്. ക്രോട്ടൺ ചെടികൾ പലതരത്തിലുണ്ട്. അതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള 2 പ്ലാന്റുകളെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇവരെന്നെ ജമൈക്കൻ ക്രോട്ടൺ എന്നും കാരിക്കേച്ചർ എന്നും വിളിക്കാറുണ്ട്. ഈ കാരിക്കേച്ചർ പ്ലാന്റ്സിനെ ഒറ്റമൂലിയായിട്ടും അലങ്കാരത്തിനായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്ലാന്റ്സ് വേറെ രാജ്യക്കാരാണ്, പക്ഷേ ഇവർ നമ്മുടെ കാലാവസ്ഥയിലും നല്ല രീതിയിൽ തന്നെ വളരും. മഴയത്തും വെയിലത്തും ഒരുപോലെ തന്നെ വളരുന്ന ചെടികളാണ് ഇവർ. ഔഷധത്തിനായിട്ട് ഇവരുടെ ഇലകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അൾസറിൻ്റെ ചികിത്സയ്ക്കായിട്ടും തലവേദന മാറാനായിട്ട്, അതേപോലെ തന്നെ ചൊറിച്ചൽ മാറ്റാനായിട്ടൊക്കെ ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ട് എനിക്കറിയില്ല, ഞങ്ങളത് ഉപയോഗിച്ച് നോക്കിയിട്ടുമില്ല, കേട്ടിട്ടുള്ള അറിവാണ്. ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ പറ്റും. ഞാൻ ഈ ചെടി അലങ്കാരത്തിനായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ 2 തരമാണ് ഉള്ളത്. ഒരെണ്ണം ഇത്ര നേരം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന പച്ചയും വെള്ളയും മഞ്ഞയും കൂടിയിട്ടുള്ള കളറോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ ഉള്ളത് ഈ റെഡ് ഷെയ്ഡാണ് വരുന്നത്. അതിൽ ഡാർക്ക് പച്ചയും ബ്രൗണും കൂടിയിട്ടുള്ളൊരു കളറാണ് വരുന്നത്. പിന്നെ ഒരു പിങ്ക് ഷെയ്ഡും ആണ് വരുന്നത്. ഈ പ്ലാന്റിൻ്റെ തണ്ടുകൾ കട്ട് ചെയ്തിട്ടാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് 2 ഇലകൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. 2 ഇലകൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് അതിനെ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുക. അതിൻ്റെ തുമ്പ് നുള്ളിയിട്ടായാലും അതേപോലെ തന്നെ മൂത്ത തണ്ടായാലും അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലാന്റ്സ് പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ കാരിക്കേച്ചർ പ്ലാന്റ് നല്ല നീളത്തിലാണ് പോയിട്ടുള്ളത്. അത് ഇതേപോലെ കട്ട് ചെയ്ത് നിർത്തുകയാണെന്ന് വെച്ചാൽ നല്ല ബുഷിയായിട്ട് തന്നെ വളരും. എൻ്റെ കയ്യിലൊരു ഫോണും ഉണ്ട്, അതേപോലെ തന്നെ അത് കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ എല്ലാതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പ്ലാന്റ്സിന് പ്രത്യേകിച്ച് ഒരു കെയറും വേണ്ട. അതേപോലെ തന്നെ അതിന് അടിവളമായിട്ട് നമ്മുടെ കയ്യിലുള്ള ഏത് ജൈവവളമാണോ ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി. പ്രത്യേകിച്ചൊരു ഒരു വളം വേണമെന്നോ അങ്ങനെ ഒന്നും നിർബന്ധമില്ലാത്തൊരു പ്ലാന്റാണ് ഇവർ. മണ്ണിലായാലും ചട്ടിയിലായാലും ഇവർ വളർന്നു കിട്ടും. പിന്നെ ഈ തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ഭാഗമാണ് കുത്തി കൊടുക്കേണ്ടത് എന്നുള്ളത് കൺഫ്യൂഷൻ ആവണ്ട. അതിനായിട്ട് ഈ ഒരു വര പോലെ കാണുന്നില്ലേ, അതിൻ്റെ തൊട്ടടിയിലാണ് ലീഫുകൾ ഉണ്ടാവുക. ആ വരയുടെ അടിയിലാണ് ലീഫ് ഉണ്ടാവുക. ലീഫിൻ്റെ തൊട്ടടിയിലായിട്ട് ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്കത് ഒന്നുകൂടി മനസ്സിലാവാനായിട്ട് ഞാനതിൻ്റെ തണ്ടിൽ കാണിച്ചു തരാം. ഇലകൾ നിൽക്കുന്ന തണ്ടിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി മനസ്സിലാവും. ആ മുകളിൽ കാണുന്നൊരു ബൾബ് പോലൊരു ഭാഗം ഉണ്ടാവും. അതിൻ്റെ തൊട്ടടിയിൽ ബൾബ് എന്ന് പറഞ്ഞൊരു ഇത്തിരി വണ്ണത്തിലൊരു ഭാഗം ഉണ്ടാവും. അതിൻ്റെ തൊട്ടടിയിലൊരു വരയുണ്ട്. അതിൻ്റെ അടിയിലാണ് ലീഫ് ഉണ്ടാവുക. ആ ലീഫിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ കട്ട് ചെയ്തിട്ട് മണ്ണിൽ വെച്ച് കൊടുക്കുമ്പോഴാണ് അത് പെട്ടെന്ന് വേര് പിടിക്കുക. കനം കുറഞ്ഞ തണ്ടുകളായാലും മൂത്തിട്ടുള്ള തണ്ടുകളായാലും ഇത് മണ്ണിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഇലകളില്ലാത്ത തണ്ടുകൾ ഞാൻ എടുത്തിട്ടുള്ള പോലെ അതേപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ഭാഗമാണ് മണ്ണിൽ വെച്ച് കൊടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ടാണ് ഞാനത് പറഞ്ഞു തന്നത്. ആ വരയുടെ അടിയിൽ ഇലകളുള്ള ഭാഗത്താണ് കട്ട് ചെയ്യേണ്ടത്. ആ ഭാഗമാണ് നമുക്ക് അടിയിലേക്ക് കുഴിച്ച് വെച്ച് കൊടുക്കേണ്ടത്. ഈ രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി ചിലപ്പോൾ പിടിച്ചു എന്ന് വരില്ല. ഇനി ഞാൻ ഈ നമ്മുടെ കൈപ്പത്തിയുടെ വലുപ്പത്തിലുള്ള നീളത്തിലുള്ള കവറിലാണ് വെച്ച് കൊടുക്കുന്നത്. ഏത് ചെടികളായാലും കട്ടിങ്സ് ആയാലും എല്ലാം തന്നെ വിത്തായാലും വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് ഇങ്ങനത്തെ കുഞ്ഞ് കവറുകൾ മേടിക്കാൻ കിട്ടും. പോളിത്തീൻ കവറുകളാണിത്. ഇതെൻ്റെ കയ്യിൻ്റെ വലുപ്പമുള്ളൂ. അപ്പോൾ ഇതിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പോട്ടി മിക്സ്ചറായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഉമിയാണ്. ഉമി, അതേപോലെ തന്നെ ചാണകപ്പൊടി, മണ്ണ്, ഗാർഡൻ സോയിലും ആണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 1 കപ്പ് ഉമിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 1 കപ്പിലുള്ള അളവാണ് കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് ഉമി ഇട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആ കപ്പിൽ തന്നെ ചാണകപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഉണക്ക ചാണകപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ആ കപ്പിൽ തന്നെ 1 കപ്പ് ഗാർഡൻ സോയിലാണ് ഇട്ടിട്ടുള്ളത്.
ഇത് മൂന്നും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ആ കവറിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ആ പോളിത്തീൻ കവറിലാണ് നിറച്ച് കൊടുക്കുന്നത്. ഇത് മൂന്നും ഒരളവിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. സാധാരണ നമ്മുടെ മണ്ണിൽ തന്നെ നിലത്ത് മണ്ണിൽ നേരിട്ട് വെച്ച് കൊടുത്താലും ഇവർ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. പിന്നെ പോളിത്തീൻ കവറിൽ അധികം വെയിറ്റ് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അധികം വെയിറ്റ് ഇല്ലാണ്ട് തന്നെ നമുക്ക് അതേപോലെ തന്നെ എന്നൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാകുമ്പോൾ ഉമിയിലും അതേപോലെ ചാണകപ്പൊടി ഉള്ള കാരണം വെള്ളം അതിൽ പിടിച്ച് നിർത്താനായിട്ട് അവർക്ക് പറ്റും. അപ്പോൾ എന്നൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട വരില്ല. ഇനി ഈ പോട്ടി മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരു 3/4 ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടുതലുണ്ടെങ്കിൽ തന്നെ പോവാനായിട്ട് അതിൽ ഹോളുകൾ ഉണ്ടാകും കവറിൽ. ഇപ്പോൾ ഞാനതൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10-25 കവറോളം ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലൊക്കെ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കുത്തി കൊടുക്കാം. ഞാനിത് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ട്രയലാണ് വെച്ചിട്ടുള്ളത് എല്ലാം കൂടിയിട്ട്. എനിക്കൊരു കയ്യിൽ വീഡിയോ എടുക്കും വേണം, ഇത് വെച്ച് കാണിച്ചു തരും വേണ്ട. അപ്പോൾ പിടിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് എല്ലാം കൂടിയിട്ട് ഒരു ട്രയലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടിയും പറഞ്ഞു തരാം. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തിരിച്ച് വെക്കരുത്. ആ വരയുടെ ഒരു വര കാണുന്നില്ലേ, ആ വരയുടെ തൊട്ടടിയിൽ ലീഫുള്ള ഭാഗമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ വെക്കണം. ചെരിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ വണ്ണം കുറഞ്ഞിട്ടുള്ള തണ്ടുകളായാലും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇവരും പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും. ഇനി കട്ടിങ്സ് ഓരോന്നായിട്ട് ഓരോ കവറിൽ വെച്ച് കൊടുക്കാം. ഒരു കവറിൽ ഞാൻ ഒരു കട്ടിങ്ങാണ് വെച്ച് കൊടുക്കുന്നത്. 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് വേര് പിടിച്ച് കിട്ടും. 4ാമത്തെ ആഴ്ചയിലേക്ക് പുതിയ പൊടിപ്പുകളൊക്കെ വന്ന് തുടങ്ങും. ഞാൻ ഈ വെച്ച് കൊടുത്തിട്ടുള്ള കട്ടിങ്സിലെല്ലാം വേര് പിടിച്ച് പുതിയ ലീഫൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഞാനൊരു പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാ കട്ടിങ്സും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഒരു 3 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. നേരിട്ട് മണ്ണിലാണ് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് ഉമിയും ചാണകപ്പൊടിയൊക്കെ ഉള്ള കാരണം വെള്ളം പിടിച്ച് നിർത്താനുള്ള ഒരു കഴിവ് അവർക്കുള്ളത് കൊണ്ടാണ് ഞാൻ 3 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഈ കട്ടിങ്സിലൊക്കെ ഇതെന്നല്ല, ഏതൊരു പ്ലാന്റിൻ്റെ കട്ടിങ് വെച്ച് വേര് പിടിപ്പിച്ചെടുക്കുകയാണെങ്കിലും പിടിച്ച് കിട്ടുന്നത് വരെ തണലത്ത് വെക്കുന്നതാണ് നല്ലത്. ഈ പ്ലാന്റ് വെച്ചിട്ടുള്ള കവറിന് നല്ലോണം ഓട്ടകളൊക്കെ ഉള്ളത് കാരണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ തന്നെ അത് അടിയിലേക്ക് പൊക്കോളും. കാരിക്കേച്ചർ പ്ലാന്റ്സിൻ്റെ കെയറും പ്രൊപ്പഗേഷനും അതിൻ്റെ ഉപയോഗങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരെ ബായ്.